ഇപ്പം കണ്ടത് ICUയിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ പൾസ് റേറ്റ് അല്ല, ഡയറക്ടർ വെങ്കട് പ്രഭുവിൻ്റെ കരിയർ ഗ്രാഫാണ്. ഇത്രയും അപ്സ് ആൻഡ് ഡൗൺസ് വീഗാലാൻഡിലെ റോളർ കോസ്റ്ററിൽ പോലും ഇല്ല. ഒരു പടം ഹിറ്റാണെങ്കിൽ അടുത്തത് ഫ്ലോപ്പ്, പിന്നെ ഒരു ഹിറ്റ്, പിന്നെ 2 എണ്ണം ഫ്ലോപ്പ്, പിന്നെ ഒരു ഹിറ്റ്, പിന്നെ 3 എണ്ണം ഫ്ലോപ്പ്. ഇതിങ്ങനെ സ്പടികൻ ജോർജിൻ്റെ മീശ പോലെ പൊങ്ങിയും താണുമൊക്കെ ഇരിക്കും. ലിയോ എന്ന സിനിമയിൽ ലോകേഷ് പണിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് വിജയ് അണ്ണൻ, മങ്കാത്ത, മാനാട് തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ എടുത്ത വെങ്കട് പ്രഭുവിന് ഡേറ്റ് കൊടുത്തത്. ഇതിപ്പോൾ കുനിഞ്ഞു നിന്നവനെ നിവർന്നു നിൽക്കാൻ സമ്മതിക്കാതെ കമഴ്ത്തി കടത്തിയെന്ന് പറഞ്ഞ പോലായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി സിനിമയിലും സമൂഹത്തിലും തൊഴിലിടങ്ങളിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. AI ഉപയോഗിച്ച് മരിച്ചുപോയ നടന്മാരെ വരെ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇതാദ്യമായിട്ടാണ് AI ഉപയോഗിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു സൂപ്പർ താരത്തിന് 8ന്റെ പണി കൊടുക്കുന്നത്. അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് വിജയ് അണ്ണൻ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ചുമ്മാ അതങ്ങ് അഭിനയിച്ചാൽ തന്നെ പടം ഹിറ്റാവും. പക്ഷെ വെങ്കട് പ്രഭുവിന് തൻ്റെ ഗോട്ട് സിനിമയിൽ അത് പോരാ. പുള്ളി ശാസ്ത്രത്തിൻ്റെ വളർച്ച ഉപയോഗിച്ച് അറിഞ്ഞൊന്ന് പണിയതാണ്. ഇതിപ്പോൾ 1 ആട്, 2 ആട്, 3 ആട്, 4 ആട്, 5 ആട്. ഇതെന്തോന്നടെ ആട് വളർത്തൽ കേന്ദ്രമോ? ഇയാളാരാ ആട്ടിടയനോ? എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പോലും ഇല്ലല്ലോ ഇത്ര ആട്. നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് ഗോട്ട്, ഒരാടിൻ്റെ രോദനം അല്ല ജീവിതം. അപ്പൊ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് രാജീവ് മേനോൻ ഒരു ട്രെയിനിൽ ഹൈലി എക്സ്പ്ലോസീവായ യുറേനിയം കടത്തിക്കൊണ്ട് പോകുന്നതാണ്. അയ്യോ, ആ രാജീവ് മേനോൻ അല്ല, അത് ഗുപ്തൻ. ഇത് തീവ്രവാദി രാജീവ് മേനോൻ. അപ്പൊ ഈ കൊണ്ടുവന്ന യുറേനിയം ഒറിജിനൽ ആണോ അതോ ടി നഗറിലെ രംഗനാഥൻ സ്ട്രീറ്റിൽ നിന്ന് 118 രൂപ 50 പൈസ കൊടുത്ത് മേടിച്ച ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കാൻ ഒരു സയന്റിസ്റ്റ് വരും. I need some time. ഇതേതായി ഡയബറ്റീസ് പിടിച്ച വിജയകാന്ത്? ദൈവമേ. എന്തായാലും ഇത് VFXും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒന്നും അല്ല. പ്രോൺ വെബ്സൈറ്റിൽ നടിമാരുടെ ഡീപ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഏതോ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് ഉറപ്പ്. എന്തായാലും യുറേനിയം അല്ല ഡ്യൂപ്ലിക്കേറ്റ്, ഈ വന്നിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തീവ്രവാദിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അത്രയുണ്ട് ഡീപ് ഫേക്കിന്റെ കോണം. എന്തായാലും ഈ അവശ വിജയകാന്ത് തന്റെ മാസ്ക് ഊരി മാറ്റുമ്പോഴാണ് ഹീറോയുടെ ഇൻട്രോ. ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. അതോടെ വന്നത് നരസിംഹയല്ല, സിംഹത്തോലണിഞ്ഞ ആടാണെന്ന് തീവ്രവാദി രാജീവ് മേനോന് മനസ്സിലാകും. പിന്നെ അടി തുടങ്ങും. അങ്ങനെ ഒരു ട്രെയിൻ മുഴുവൻ ബോംബിട്ട് പൊട്ടിച്ച് അതിലെ നിരപരാധികളായ യാത്രക്കാരെയും കൊന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ സീക്രട്ട് ഏജന്റ് ഗാന്ധി വള്ളിയിൽ തൂങ്ങി മൗഗളി പോകുന്ന പോലെ ഹെലികോപ്റ്ററിൽ തൂങ്ങി രക്ഷപ്പെടും. അപ്പോൾ ഗാന്ധിയുടെ കൂടെ പുള്ളിയുടെ ചില ഫ്രണ്ട്സും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ സീക്രട്ട് ഏജന്റ്സ് ആണ്. അവരാണ് അജയ്, കല്യാൺ, and Sunil.
ഇവരുടെ എല്ലാവരുടെയും ബോസ് ഒരാളുണ്ട്. ഇവരെ എല്ലാവരെയും ATSലേക്ക് എടുത്ത സബ് സീക്രട്ട് ഏജൻസ് കാ ബാപ്പ് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ നസീർ. അപ്പോൾ ഈ ഗാന്ധിയുടെ ജോലി എന്താണെന്നുള്ളത് വളരെ സീക്രട്ടാണ്. സ്വന്തം ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. താനൊരു സീക്രട്ട് ഏജന്റ് ആണെന്ന് പുറത്തറിയാതിരിക്കാൻ ഗാന്ധി ഒരുപാട് ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതുകൊണ്ട് എന്താ, സീക്രട്ട് മെഷീൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും പുള്ളി മൊബൈൽ ഓഫ് ചെയ്ത് വെക്കത്തില്ല. പുള്ളി ഇങ്ങനെ ആൽമരത്തിൽ വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിക്കിടന്നിട്ട് ഭാര്യ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും, சக்கர வேணுமாமா? சக்கரெல்லாம் வேணாங்க, அதெல்லாம் நிறைய தக்காளி 1 கிலோ வாங்கிக்கோங்க. தக்காளி 1 கிலோ. தக்காளி 1 கிலோ. அப்புறம் பருப்பு உளுந்த பருப்பா துவரம் பருப்பாமா? துவரம் பருப்பு 1/2 கிலோ. உளுத்தம் பருப்பு ஒரு 1 கிலோ வாங்கிக்கோங்க. ഉളുந்த பருப்பு 1 കിലോ, തുവരം പരുപ്പ് 1/2 കിലോ. 1 കിലോ സവാള കൂടി എടുക്കട്ടെ. അപ്പോൾ ഈ ഗാന്ധിയുടെ ആക്ടിവിറ്റീസ് ഒന്നും അത്ര വെടിപ്പല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ ഭാര്യയ്ക്ക് പുള്ളിയെ നല്ല സംശയമുണ്ട്. പുള്ളിക്ക് വേറെ ഏതോ പെണ്ണുമായിട്ട് ഇമ്മോറൽ ട്രാഫിക് ആൻഡ് വീഡിയോ പൈറസി ഓഫ് ഇന്ത്യ ആണെന്നാണ് ഭാര്യയുടെ വിചാരം. இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு. வீட்டுக்கும் டைமுக்கு வரதில்ல. ஃபோன் வந்துச்சுன்னா தனியா போய் பேசுறாரு. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. സ്വന്തം ഭാര്യയെ പോലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ആളാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ സീക്രട്ട് ഏജന്റ്. പിന്നെ ഇയാളെങ്ങനെ ഒരു തീവ്രവാദിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? അതിനൊക്കെ ഇവർ നരസിംഹയെ കണ്ട് പഠിക്കണം. இங்க வீதிக்கு ஒரு மசூதி இருக்கு, பாகிஸ்தான்ல ஊருக்கு ஒரு கோயில் இருக்கா, இங்க கோர்ட்ல தலைமை நீதிபதி எத்தனையோ முஸ்லிம்கள் இருக்காங்க. பாகிஸ்தான்ல ஒரு இந்து வக்கீலாக முடியுமா? இந்தியாவுக்கு ஜனாதிபதியா ஒரு முஸ்லீம் இருந்திருக்காரு. பாகிஸ்தான்ல ஒரு இந்து வார்டு மெம்பராக ஆக முடியுமா? ഇതുവല്ല നമ്മുടെ മലയാളത്തിലെ കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നെങ്കിൽ സെക്കൻഡ് വെച്ച് ഭാര്യയെ കൺവിൻസ് ചെയ്തേനെ. അപ്പം എന്തായാലും അത് പോട്ടെ. അപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് ഗാന്ധി ഭാര്യയെ കൺവിൻസ് ചെയ്യാനും അവരുടെ ഈ സംശയം മാറ്റിയെടുക്കാനും വേണ്ടി ഭാര്യയെ വിളിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകും. இருக்க போற இந்த கொஞ்ச நாளைக்காவது நம்ம ஹாப்பியா ஜாலியா சிரிச்சுக்கிட்டு இருப்போமே, எந்த பிரச்சனையும் இல்ல. அக்ரிமெண்ட் ஓகே? இனிமே இதே ஃபாலோ பண்ணுங்க. ஷேக் ஹேண்ட்ஸ். பனி நீர் நிலாவின் பூமழ അനുരാഗ നൂലയാമിനി. അങ്ങനെ ഭാര്യയുടെ കലിപ്പ് മാറാത്തതുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി സീക്രട്ട് ഏജന്റ് ഗാന്ധി അടുത്ത സീക്രട്ട് മിഷന് പോകുമ്പോൾ ഭാര്യയും കൊച്ചിനെയും കൂടെ കൊണ്ടുപോകും. രാവിലെ 7 മണിക്ക് അവിടെ നിന്നും പുറപ്പെട്ട വിമാനത്തിൽ ഇപ്പോൾ തായ്ലൻഡിന്റെ ഭാഗമായ ഫുക്കറ്റ് ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ഒരു വലിയ ടൂറിസം കേന്ദ്രമായി ഫുക്കറ്റ് വളരുന്നത്. ഇവിടുത്തെ പിംനാര ബോട്ടിക് ഹോട്ടലിൽ നിന്ന് ഒന്ന് ഫ്രഷായി തെരുവിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. അതിലെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇതാ അർദ്ധനഗ്നരായ ഏതാനും കോമളാംഗികൾ, കുറെ ആളുകൾ അവർക്കു ചുറ്റും കൂടി നിൽപ്പുണ്ട്. അടുത്തു ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത് ശരിക്കും സ്ത്രീകളല്ല, ലേഡി ബോയ്സ് ആണ്. അല്ല, ഇങ്ങനെ പട്ടായയിൽ കറങ്ങി നടന്നാൽ മതിയോ? അപ്പൊ സീക്രട്ട് മിഷന്റെ കാര്യമോ? സീക്രട്ട് ഏജന്റ് ആണെന്ന് ഗാന്ധി മറന്നാലും ഗാന്ധി ഒരു സീക്രട്ട് ഏജന്റ് ആണെന്ന് തീവ്രവാദികൾ മറന്നിട്ടില്ല. അതുകൊണ്ട് അവര് ഗാന്ധിയെയും ഫാമിലിയെയും ഓടിച്ചിട്ടങ്ങ് വെടിവെക്കും. ആടായാലും പുലിയായാലും 19 പേര് മെഷീൻ ഗണ്ണും കൊണ്ട് വെടിവെക്കാൻ വന്നാൽ ഓടി തള്ളുകയേ വഴിയുള്ളൂ. അപ്പൊ ഈ ചേസിങ്ങും വെടിവെപ്പും ഓട്ടവും ചാട്ടവും ഒക്കെ നടക്കുന്നതിനിടയില് ആടിന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം, പേടിച്ചിട്ടാണ്. വയറിന് അവർക്ക് അപ്പൊ തന്നെ പ്രസവിക്കണമെന്ന്. അന്നേരം ഒരു നേഴ്സ് വന്നിട്ട് പറയും കൗണ്ടറിൽ ചെന്ന് ബില്ലടയ്ക്കണമെന്ന്. അപ്പോ ബുദ്ധിമാനായ ഗാന്ധി எங்கேயும் போக கூடாது, இங்கே இருக்கணும். കഷ്ടം. ഇതുപോലൊരു മണ്ടൻ സീക്രട്ട് ഏജന്റിനെ ബിഗ് ബോസ് ഹൗസിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇയാൾ ഓൾറെഡി ഒരു സീക്രട്ട് മിഷനിലാണ്. അറിയാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആശുപത്രി, പോരാത്തതിന് കൊല്ലാൻ വേണ്ടിയിട്ട് തീവ്രവാദികളും പുറകെ ഉണ്ട്. അതിനിടയ്ക്ക് ഇയാൾ ആ കൊച്ചിനെ അവിടെ ഒറ്റക്കിരുത്തിയിട്ട് പോയേക്കുന്നു. അതിപ്പോ ലാഭായല്ലോ.
എന്തായാലും തീവ്രവാദികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന വഴിക്ക് അവരുടെ കാർ ആക്സിഡൻ്റ് ആവും, കുട്ടി മരിക്കും. സംഭവ സ്ഥലത്ത് നിന്നും കരിഞ്ഞ ഒരു ഡെഡ് ബോഡിയും ആ കൊച്ചിൻ്റെ സ്കൂൾ ബാഗും ഒക്കെ കിട്ടും. പകുതി കരിഞ്ഞ നീല സ്കൂൾ ബാഗ് കണ്ട ഉടനെ ഗാന്ധി ഉറപ്പിച്ചു മരിച്ചത് തൻ്റെ മോൻ തന്നെയാണെന്ന്. DNA ടെസ്റ്റും വേണ്ട, ഫോറൻസിക് റിസൾട്ടും വേണ്ട, ഒരേപോലത്തെ നീല ബാഗ് മാർക്കറ്റിൽ 100 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല. ഇതുപോലൊരു മണ്ടനെ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിന്റെ സീക്രട്ട് ഏജന്റ് ആക്കിയവനെ വേണം പറയാൻ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആട് വളർന്നു വലുതായി, താടിയും മുടിയൊക്കെ നരച്ചു, മുട്ടനായി, മുട്ടനാടായി. ஞாபகம் மோதுதே மனம் ஏங்குதே வாராமல் தாராமல் மனம் எங்கோ போகுதே ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മുട്ടനാട് ഗാന്ധി റഷ്യയിലെ ഇന്ത്യൻ എംബസി വരെ ഒന്ന് പോകും. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രൂപ്പ് എല്ലാവരും ആക്രമിക്കുന്നു. അപ്പോഴാണ് മുട്ടനാട് ഒരാളെ കണ്ടുമുട്ടുന്നത്. അത് മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയെന്ന് കരുതിയ സ്വന്തം മകൻ, ആടിന്റെ കുഞ്ഞാട്. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ ആട് ആട് നീ ആടാട് നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പൊയ്പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനേ. അങ്ങനെ അച്ഛനും മകനും മോസ്കോയിലുള്ള വെണ്ടുരുത്തി പാലത്തിന്റെ മുകളിൽ വെച്ച് കണ്ടുമുട്ടും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. என்ன பார்க்கணும்னு வந்திருக்கலாமேடா, அப்பா பார்க்கணும்னு வந்திருக்கலாமேடா. നോ, എനിക്ക് ഇങ്ങനത്തൊരു ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞാൻ കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അങ്ങനെ ഒരുവിധം മുട്ടനാട് കുഞ്ഞാടിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരിച്ച് ചെന്നൈയിലോട്ട് കൊണ്ടുപോരും. കുട്ടിക്കാലം തൊട്ടേ സ്നേഹം കൊതിക്കുന്ന കുഞ്ഞാട് ജീവൻ വർഷങ്ങളായി കാണാതിരുന്ന സ്വന്തം അച്ഛനെയും അമ്മയെയും പെങ്ങളെയൊക്കെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയും എന്ന് നിങ്ങൾ വിചാരിക്കും. ബട്ട് ഹിസ് പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്. പുള്ളി വന്ന ഉടനെ അത് കഴിയുമ്പോൾ ഒരു ദിവസം ഇവരുടെയൊക്കെ ബോസ് CID നസീർ ഗാന്ധിയെ വിളിച്ചിട്ട് പറയും, എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു, പെട്ടെന്ന് വരണം, രക്ഷിക്കണമെന്നൊക്കെ. ഗാന്ധി ഓടിച്ചത് നോക്കുമ്പോൾ മെട്രോ ട്രെയിനിനകത്ത് AI ക്യാമറയെ പേടിച്ച് ഹെൽമറ്റും വെച്ചൊരു കില്ലർ. തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. താൻ പുരുഷനല്ലേ? എന്താ തനിക്ക് ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? വാൽപറമ്പി പുരുഷനല്ലേ? ഞാൻ വാലും തലയൊന്നും ഇല്ലാത്തവനാ. താനിന്ന് പോയേ. എന്തായാലും കില്ലർ ഹംസ CID നസീറിനെ കൊല്ലും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് CID നസീർ ഗാന്ധിയോട് ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തും. ഈ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. രാംരാജ് ഈ നാടിന്റെ അഭിമാനമുണ്ട്. ആ കില്ലർ മറ്റാരുമല്ല, അതാണ് കുഞ്ഞാട് ജീവൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, സീക്രട്ട് ഏജന്റ് ഗാന്ധി ആളൊരു മണ്ടനാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയത് സ്വന്തം മോനാണോ എന്ന് അങ്ങേര് ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് കയറി വന്നത് സ്വന്തം മോനാണോ എന്ന് ചെക്ക് ചെയ്യുകയോ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനോ ഒന്നും ചെയ്തിട്ടില്ല.
കാരണവർ എന്ന സിനിമയിൽ മുകേഷ് ഇതുപോലെ നാടുവിട്ടു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വന്നിരിക്കുന്നത് ഒറിജിനൽ മുകേഷ് തന്നെയാണോ എന്നറിയാൻ ജോജു ജോർജ് മുകേഷിന്റെ മുണ്ട് പൊക്കി നോക്കുന്നുണ്ട്. അത്രയും ബുദ്ധി പോലും സീക്രട്ട് ഏജന്റ് ഗാന്ധിക്കില്ല. ഇതുപോലുള്ള മണ്ടന്മാരെയൊക്കെ സർവീസിലെടുത്ത CID നസീറിന് ഇത് കിട്ടണം. അഭിമാനമുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞാട് ജീവനെ വർഷങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയി എടുത്തു വളർത്തിയത് പഴയ തീവ്രവാദി രാജീവ് മേനോനായിരുന്നു. സീക്രട്ട് ഏജന്റ് ഗാന്ധി ഫാമിലിയും കൂട്ടി സീക്രട്ട് മിഷന് പോകുന്നത് പോലെ തന്നെ തീവ്രവാദി രാജീവ് മേനോനും ഫാമിലിയും കൂട്ടിയിട്ടാണ് യുറേനിയം കടത്തിക്കൊണ്ടിരുന്നത്. എന്നാലും ഈ പടത്തിലെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കുടുംബസ്നേഹം ഒന്ന് നോക്കണേ. കള്ളക്കടത്ത് നടത്തുന്ന പോലും ഫുൾ ഫാമിലി ആയിട്ട്. അപ്പോൾ അന്ന് സീക്രട്ട് ഏജന്റ് ഈ ട്രെയിനിന് ബോംബിട്ട് പൊട്ടിച്ച് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ഈ രാജീവ് മേനോന്റെ ഭാര്യയും മക്കളുമൊക്കെ മരിച്ചു പോയിരുന്നു. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി ചെല്ലും ചെലവും കൊടുത്ത് ഫുഡും വസ്ത്രങ്ങളും കൊടുത്ത് വണ്ടിയും തോക്കും കൊടുത്ത് ഇത്രയും വർഷം വളർത്തിക്കൊണ്ട് വന്നത്. From now on, my father won't be available. It's me, the son, who will do the talking. ഷടാ, പിന്നെയും ഡീപ് ഫേക്ക്. ഇതെന്തോന്ന് കാർട്ടൂൺ ക്യാരക്ടറോ? എന്തായാലും കൊള്ളാം. അപ്പം മുട്ടനാടിനോട് പകരം വീട്ടാൻ വന്ന കുഞ്ഞാട് ATSലെ അജയ്യെ കൊല്ലും. അജയ്യെ കൊന്നു കഴിഞ്ഞിട്ട് ATSലെ തന്നെ സുനിലിന്റെ മകളും സ്വന്തം ഗേൾഫ്രണ്ടുമായ ശ്രീനിധിയെയും കൊല്ലും. പക്ഷേ ശ്രീനിധിയെ കൊല്ലുന്നതിന് മുമ്പ് വില്ലനാണെങ്കിലും മനസ്സിലൽപ്പം നന്മയുള്ളത് കൊണ്ടും വെറും മനുഷ്യത്വത്തിന്റെ പേരിലും കുഞ്ഞാട് ജീവൻ ഒരു ഉപകാരം ചെയ്തു കൊടുക്കും. അങ്ങനെ റിവഞ്ചിന് വേണ്ടിയാണെങ്കിൽ പോലും സ്വന്തം ഗേൾഫ്രണ്ടിനെ കൊന്ന ദുഃഖം സഹിക്കാൻ വയ്യാതെ ജീവൻ ഓടിപ്പോയി തൃശയം വിളിച്ചുകൊണ്ട് വന്ന് ഐറ്റം ഡാൻസ് കളി. അതൊക്കെ കഴിയുമ്പോഴേക്കും മുട്ടനാടിന് മനസ്സിലാകും കുഞ്ഞാട് ജീവനാണ് ശരിക്കുള്ള വില്ലനെന്ന്. പുള്ളി കുഞ്ഞാടിനെ അറസ്റ്റ് ചെയ്ത് ഇന്റർഗേറ്റ് ചെയ്യും. நீ சொல்லி தானே இதெல்லாம் பண்ண? நீ தானே நசீர் ப்ரோக்கு உன்னை பத்தி எல்லாம் தெரிஞ்சிச்சு. நீ அவனை போட்டு தள்ளிரு, நான் அவனை காப்பாத்திடுறேன்னு சொன்ன. ഇന്റർഗേഷൻ ഇടയ്ക്ക് ജീവൻ തോക്ക് തട്ടിപ്പറിച്ച് സുനിലിനെ വെടിവെക്കും. പക്ഷേ സുനിൽ മരിക്കില്ല. കാരണം ആ തോക്കിൽ റബ്ബർ ബുള്ളറ്റ് ആയിരുന്നു. അത് കഴിയുമ്പോൾ ക്ലൈമാക്സ് ആണ്. കുഞ്ഞാട് ജീവൻ ചെന്നൈയിലെ ഒരു സ്റ്റേഡിയത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ഈ ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് ആ പഴി മുട്ടനാട് ഗാന്ധിയുടെ തലക്കിട്ട് കൊടുക്കാനാണ് പ്ലാൻ. പക്ഷേ മുട്ടനാട് ഗാന്ധി തീവ്രവാദി രാജീവ് മേനോനെ പൊക്കിക്കൊണ്ടുവന്ന് ഒരു കക്കൂസിനകത്തോട്ട് കയറ്റി അങ്ങ് ഇരുത്തും. എന്നിട്ട് മാച്ച് കാണാൻ വന്ന ശിവകാർത്തികേയനെ വിളിച്ചിട്ട് പറയും, ഇത്രയും വർഷം ഞാൻ ഗ്രാമത്തിലെയും പഞ്ചായത്തിലെയും എന്തിനാ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ വരെ രക്ഷിച്ചു. ഇനി തൊട്ട് എൻ്റെ പിൻഗാമിയായിട്ട് നീ വേണം എല്ലാവരെയും രക്ഷിക്കാൻ. ആദ്യം ഈ സ്റ്റേഡിയത്തിലുള്ളവരെ രക്ഷിക്കണമെന്ന് പറയും. பாம் பிளாஸ்ட் பண்ண போற குரூப்புக்கு இவன் தான் ஹெட். கொஞ்ச நேரம் இங்கே இருந்து இவன் எஸ்கேப் ஆகாம பார்த்துக்கங்க. ஓகே, துப்பாக்கியை பிடிங்க சிவா. ഗ്രൗണ്ടിൽ இருக்கிற ആയിരക്കണക്കാன ഉയർ ഇപ്പൊ ഉங்க കയ്യില தான். എന്നാലും ഞാൻ ആലോചിച്ച അതല്ല. ശിവകാർത്തികേയനെ പോലെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു ഹീറോയെ ഈ സിനിമയിലേക്ക് ഗസ്റ്റ് റോളിനായിട്ട് വിളിച്ചത് കക്കൂസിന് കാവലിരിക്കാനാണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് കഷ്ടം തോന്നിയത്. സാർ ഒരു നിമിഷം. കല്ല്, മുള്ള്, പഞ്ചസാര എന്നിവ അസുഖങ്ങൾ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ യഥാസമയം മൂത്രം ഒഴിക്കാത്തതുകൊണ്ടാണെന്ന് പ്രശസ്ത ഭിക്ഷാക്കാരൻ ഹെഡ്വേർഡ് കൊയാങ്ങി കുൽക്കർണി തന്റെ വിശ്വവിഖ്യാതമായ 00 മിഡിൽ 1 എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോ കുഞ്ഞാട് ജീവൻ സ്റ്റേഡിയത്തിലെ ബോംബ് പൊട്ടിക്കാൻ നോക്കുമ്പോ ബോംബിന്റെ റിമോട്ട് കാണുന്നില്ല. അത് ഗാന്ധിയുടെ അളിയൻ എടുത്തോണ്ട് ഓടിക്കളഞ്ഞു. പിന്നെ അവിടെ നടക്കുന്നത് ഒരു ഗോട്ട് ആൻഡ് മൗസ് ഗെയിമാണ്. அது மாமா எடுத்துட்டு ஓட்டாண்டா.
സ്പീഡ്. അങ്ങനെ ക്ലൈമാക്സിൽ മുട്ടനാട് കുഞ്ഞാടിനെ വെടിവെച്ച് കൊല്ലും. ജീവിത யாரு ஃபேன் நீ சொல்லு, யாரு ஃபேன் நீ? അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകൻ ഹാവു പടം കഴിഞ്ഞു രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴാണ് ടെയിലൻഡ്. ഗോട്ടാവുമ്പോൾ ടെയിൽ ഉണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ ടെയിലൻഡും കൂടെ കണ്ടാക്കാനും വെച്ച് നോക്കിയപ്പം പാവം വിജയണ്ണനെ കോഴിക്കോട് ബീച്ചിലെ കുപ്പിക്കകത്ത് ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചേക്കുന്ന പോലെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാ, മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്. ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. അതായത് ഗാന്ധിയുടെ ശരിക്കുള്ള മോനാണ് ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നത്. പുള്ളിയെ ക്ലോൺ ചെയ്തെടുത്ത ആദ്യത്തെ പീസാണ് മോനാണെന്നും പറഞ്ഞ് കയറി വന്ന കുഞ്ഞാട് ജീവൻ. കുഞ്ഞാട് ചത്തുപോയതുകൊണ്ട് ഇനി തൊട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും പുതിയ മോനാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ പീസിനെ അങ്ങ് ഇറക്കി വിടാനാണ് പരിപാടി. അത് കഴിയുമ്പോൾ ക്ലോണാടും മുട്ടനാടും തമ്മിലുള്ള ഫൈറ്റാണ്. പക്ഷെ അത് സെക്കൻഡ് പാർട്ടിലെ കാണിക്കൂ. The game is over, but only when I say it's over. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുമാത്രം യാതനകളും കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതാണ് ഒരാടിൻ്റെ ജീവിതമെന്നത്. ഇതാണ് യഥാർത്ഥ ആടുജീവിതം. മലയാളത്തിലെ ആടുജീവിതത്തിന് ഓസ്കാർ കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ആടുജീവിതത്തിന് ഓസ്കാർ കിട്ടണമെന്നാണ് തമിഴ്നാട്ടിലുള്ളവരുടെ ആഗ്രഹം. എന്തായാലും ദളപതി 69 ഒരു നല്ല സിനിമയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡയറക്ടർ എച്ച് വിനോദിൽ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. புத்தி ஒண்ணு போய் போதாது டோய் சொத்தை எழுதி